Students, today let us continue the discussion in the section 4.3. Let us discuss theorem 10, linearity and monotonicity of integration. ഈ റിസൾട്ട്സ് നമ്മൾ 2-3 തവണ കണ്ടിട്ടുണ്ട് അല്ലേ? അത് എപ്പോഴൊക്കെയായിരുന്നു? സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ കേസിലും ലീനിയാരിറ്റി മോണോട്ടോണിസിറ്റി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻസിൻ്റെ കേസ് ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പ്രൂവ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത് ഏത് കേസാണ് നോക്കിയാൽ എഫ് ആൻഡ് ജി ബി നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസ്. ദെൻ ഇൻറ്റഗ്രൽ ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ എഫ് പ്ലസ് ബീറ്റ ഇൻറ്റഗ്രൽ ജി, വിച്ച് മീൻസ് integral of scalar multiple of a non-negative measurable function can be written as scalar into that integral of that function. And integral of f plus g equal to integral of f plus integral g. The integral of sum of two non-negative measurable function is nothing but sum of their respective integrals. And also the monotonicity for the non-negative measurable functions satisfied sense if f less than or equal to g on e, then integral f over e is less than or equal to integral over g. അപ്പോൾ പ്രൂഫ് നോക്കാം അല്ലേ? ഇങ്ങനെയായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫംഗ്ഷൻസിൻ്റെ കേസിൽ. ഓർമ്മയുണ്ടാവും. ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റഗ്രൽ എച്ച് ഓവർ ഇ സച്ച് ദാറ്റ് എച്ച് ഈസ് ബൗണ്ടഡ് measurable functions of finite support അല്ലേ? such that എന്തായിരുന്നു കണ്ടീഷൻ ഉണ്ടായിരുന്നു വേറെ? finite support such that 0 less than or equal to h less than or equal to f. അപ്പോൾ എഫിനേക്കാട്ടിലും ചെറിയ ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് അതിന് ഇൻറ്റഗ്രലിൻ്റെ സുപ്രീമം വാല്യൂ ആണ് ഇൻറ്റഗ്രൽ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൺസിഡറിങ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്, ദെൻ ഇറ്റ് ഈസ് ഓൺ ഓക്കെ ഓൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എഫ് അല്ല, ആൽഫ പോസിറ്റീവ് ആയതുകൊണ്ട് ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? ഓക്കെ, റിവേഴ്സ് ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. Therefore the linearity of the integral of bounded functions of finite support. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് ഇൻറ്റഗ്രൽ എഫ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, ഇൻറ്റഗ്രൽ ആൽഫ എഫ് ഓവർ ഇ എന്താ വരിക? ആൽഫ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എഫ് ആവുന്ന തരത്തിലുള്ള എല്ലാ ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റഗ്രലിൻ്റെ സുപ്രീമം വാല്യൂ ശരിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രലിൻ്റെ സുപ്രീമം വാല്യൂ ആണ് ഇൻറ്റഗ്രൽ ആൽഫ എഫ് ഓവർ ഇ എന്ന് പറയുന്നത്. ഇനി എച്ച് എന്ന് പറയുന്നത് ഏതാണ്? ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് ആണ്. ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസിൻ്റെ കേസിൽ ഇൻറ്റഗ്രൽ ഓഫ് ആൽഫ എച്ച് ഈസ് നത്തിങ് ബട്ട് ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് എച്ച് എന്ന് പറയും. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ വീണ്ടും എച്ച് എന്ന് പറയുന്നത് എന്താ? അങ്ങനെയുള്ള എല്ലാ എച്ചുകളെടുത്ത് അതിൻ്റെ ഇൻറ്റഗ്രലിൻ്റെ സുപ്രീമം വാല്യൂ ആണ് ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻറ്റഗ്രൽ ആൽഫ എഫ് ഓവർ ഇ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ചെയ്ത പോലെ സ്കാലാർ മൾട്ടിപ്പിളിൻ്റെ ചെയ്തു. ഇനി എന്ത് ലീനിയാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 1ൻ്റെ കേസ് അല്ലേ? അതായത് ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ integral f plus g over e equal to integral f over e plus integral g over e എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് h and g be bounded measurable functions of finite support for which 0 less than or equal to h less than or equal to f and 0 less than or equal to k less than or equal to g. സോ എഫിനേക്കാളും ചെറിയ എല്ലാ ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അതുപോലെ ജിയുടെ കേസിലും. Okay, so this implies h0 less than or equal to h plus k less than or equal to f plus g. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇൻറ്റഗ്രൽ എഫ് പ്ലസ് ജിയുടെ ഇൻറ്റഗ്രൽ കാണാൻ? എങ്ങനെയാണ്? ഇതിനേക്കാട്ടിലും ചെറിയ എല്ലാ ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് കൺസിഡർ ചെയ്ത് അതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂവിൻ്റെ സുപ്രീമം ശരിയാണല്ലോ. അപ്പോൾ നമ്മളത് കാണാൻ പോവുകയാണേ. ഇൻറ്റഗ്രൽ എച്ച് ഓവർ ഇ പ്ലസ് ഇൻറ്റഗ്രൽ കെ ഓവർ ഇ. ദിസ് ഈസ് നത്തിങ് ബട്ട് ഇൻറ്റഗ്രൽ എച്ച് പ്ലസ് കെ
over e which is less than or equal to integral e of f plus g. ഇങ്ങനെയുള്ള എല്ലാ എച്ചുകളും നമ്മൾ എങ്ങനത്തെ എച്ചുകളെ കൺസിഡർ ചെയ്തത് ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട്. അങ്ങനെയുള്ള ഒരു എച്ചിൻ്റെ നമ്മൾ എല്ലാ എച്ചിൻ്റെയും സുപ്രീമാണ് ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെന്ത് വരും, ഇത് അതിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ അവിടെ എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. The least upper bound for the sums of integral on the left hand side as h and k vary among bounded measurable functions of finite support for which h less than or equal to f and k less than or equal to g. This equals integral f over e plus integral g over e. അപ്പോൾ ഇതിൻ്റെ സുപ്രീമം മാക്സിമം ഇങ്ങനെയുള്ള എല്ലാതും ഇതിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഇൻ പെർട്ടിക്കുലർ ഇങ്ങനെയുള്ളതിൻ്റെ മാക്സിമം സുപ്രീമം വാല്യൂ എടുത്താലും either ഇതിനോട് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഇതിനേക്കാളും ചെറുതായിരിക്കും. ശരിയാണല്ലോ. അപ്പോൾ ഇൻറ്റഗ്രൽ എച്ച് ഓവർ ഇ എന്ന് പറയുന്നതിൻ്റെ സുപ്രീമം വാല്യൂ, അങ്ങനെയുള്ള എല്ലാ എച്ചുകളിലും എടുത്ത് അതിൻ്റെ സുപ്രീമം വാല്യൂ ആണ് ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ എന്ന് പറയുന്നത്. അതുപോലെ ജിയെക്കാട്ടിലും ചെറിയ എല്ലാ ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട് എടുത്തു. അങ്ങനെയുള്ള കേകളുടെ ഇൻറ്റഗ്രൽ വാല്യൂവിൻ്റെ സുപ്രീമാണ് ഇൻറ്റഗ്രൽ ജി ഓവർ ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, റിവേഴ്സ് വേണം അല്ലേ. അതായത് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷനും കൂടി വേണം. അതായത് ഇൻറ്റഗ്രൽ എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ പ്ലസ് ഇൻറ്റഗ്രൽ ജി ഓവർ ഇ എന്നുള്ള കണ്ടീഷനും കൂടി വേണം. ഇപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് പ്രൂവ് ചെയ്താലും മതി, എഫ് പ്ലസ് ജിയെക്കാട്ടിലും ചെറിയ ഒരു സിമ്പിൾ മെഷറബിൾ ഫങ്ഷൻ ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഇതിനേക്കാട്ടിലും ചെറുതാണെന്ന് പ്രൂവ് ചെയ്താലും മതി. ഓക്കെ. So by definition of integral f plus g over e as the supremum integral L over e as L ranges over all bounded measurable functions of finite support with the f plus g യെക്കാളും ചെറിയ bounded measurable functions of finite support അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചെയ്താലും മതി. കാരണം എന്താ, ഇങ്ങനെയുള്ള എല്ലുകളുടെ എല്ലാം ഇൻറ്റഗ്രൽ എൽ ഓവർ ചെയ്ത് അതിൻ്റെ സുപ്രീമം വാല്യൂ ആണ് എന്ത് വരുന്നത്, ഇൻറ്റഗ്രൽ എഫ് പ്ലസ് ജി ഓവർ ഇ വരുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻറ്റഗ്രൽ എഫ് പ്ലസ് ജി ഓവർ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ ജി എന്ന് കിട്ടും, ജി ഓവർ ഇ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഫസ്റ്റ് രണ്ട് കണ്ടീഷനും കൂടി, അതായത് രണ്ട് കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ പ്ലസ് ഇൻറ്റഗ്രൽ ജി ഓവർ ഇ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ജി ഓവർ ഇന്ന് കിട്ടും. നമ്മൾ അടുത്തത് ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എച്ച് ആൻഡ് കെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണേ, അതിന് മുമ്പ് നമ്മളിവിടെ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആവുന്ന തരത്തിൽ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആവുന്ന തരത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള എച്ച് ആൻഡ് കെ അല്ല ഇനി ഇതിന് വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് നോക്കൂ, h is equal to minimum of fl and k is equal to l minus h on e. Let x belongs to capital E. ഇനി രണ്ട് കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ എൽ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവാം, അല്ലെങ്കിൽ എൽ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ കേട്ടോ, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ആവാം. കാരണം ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ഇവിടെ വന്നല്ലോ, അതുകൊണ്ട്. അപ്പോൾ ആ കേസുകളിൽ എന്താ വരിക എന്ന് ചെക്ക് ചെയ്യാൻ പോവാണേ. എൽ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവുകയാണെങ്കിൽ എന്താ വരിക, എഫും എല്ലിൻ്റെയും മിനിമം വാല്യൂ ആണ് എച്ച് എന്ന് പറയുന്നത്. എൽ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ മിനിമം ഏതാ, എൽ ഓഫ് എക്സ് ആണ് മിനിമം വരുന്നത്. അതായത് ഇതിന് എന്ത് കിട്ടും, എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എൽ ഓഫ് എക്സ് എന്ന് കിട്ടും. ശരിയാണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ കെ ഓഫ് എക്സ് എന്താ വരിക, കെ എന്ന് പറയുന്നത് എൽ മൈനസ് എച്ച് അല്ലേ. അപ്പോൾ കെ ഓഫ് എക്സ് എന്താ വരിക, എൽ ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് വീണ്ടും എന്താ കിട്ടിയിട്ടുള്ളത്, എൽ ഓഫ് എക്സ് തന്നെ. എൽ ഓഫ് എക്സ് മൈനസ് എൽ ഓഫ് എക്സ് എന്താ, 0 ആണ്. അപ്പോൾ കെ ഓഫ് എക്സ് 0 എന്ന് വരും. പക്ഷേ ജി ഓഫ് എക്സ് എന്താ നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് കെ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, കാരണം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആയതുകൊണ്ട്, ജി ഓഫ് എക്സ് നോൺ നെഗറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ ഒരു കണ്ടീഷനിൽ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എൽ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, എൽ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എച്ച് ഓഫ് എക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ ചെറുത് ഏതാ, എഫ് ആണ് ചെറുത്, എച്ച് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റ്, ഓട്ടോമാറ്റിക്കായിട്ട് എൽ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എച്ച് ഓഫ് എക്സ് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, എഫ് ഓഫ് എക്സ് ആവും.
ഓക്കെ, എഫ് ഓഫ് എക്സ് ആണ് ചെറുത്. അങ്ങനെയാണെങ്കിൽ ഇത് കെ ആണ്, കെ ഓഫ് എക്സ്. കെ ഓഫ് എക്സ് എന്താ വരിക? എൽ മൈനസ് എച്ച് എന്ന് വരും. അപ്പോൾ കെ ഓഫ് എക്സ് ഈക്വൽ ടു എൽ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് അല്ലേ. എച്ച് ഓഫ് എക്സ് എന്താണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്നല്ലേ കിട്ടില്ല. അപ്പോൾ എച്ചിൻ്റെ പ്ലേസിൽ എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി ഈ എൽ മൈനസ് എച്ച് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് പ്ലസ് ജി എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൽ മൈനസ് എഫ് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആയിരിക്കും. ഈ എൽ മൈനസ് എഫ് ഇപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത്? എച്ച് എന്ന് അല്ല സോറി കെ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഒരു ചെറിയ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇത് കെ എന്നാണ് കേട്ടോ, കെ ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ കിട്ടിയത് എന്താ? എൽ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിലും എൽ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ആണെങ്കിലും കെ ഓഫ് എക്സ് എന്താ കിട്ടിയത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നാണ് കിട്ടിയത്. ദാറ്റ് ഈസ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓൺ ഇ. ഓക്കെ, അപ്പോൾ അത് കിട്ടി അല്ലേ. കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി, കെ പോസിറ്റീവ് ആയതുകൊണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എന്ന് വരും. ഇനി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്ന് വരുമോ? അതൊന്ന് നോക്കാം നമുക്ക് അല്ലേ. ഇനി മിനിമം ഓഫ് എഫ് എല്ലാണ് എച്ച് എന്ന് പറയുന്നത്. എഫ് ആണ് ചെറുതെന്ന് വിചാരിക്കുക. എഫ് ആണ് ചെറുതെങ്കിൽ എച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എന്താ വരിക? എഫ് ഓഫ് എക്സ് വരും. ശരിയാണ് അല്ലേ. ഇനി സ്മോൾ വാല്യൂ അതായത് മിനിമം വരുന്നത് എല്ലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? എച്ച് ഓഫ് എക്സ് എന്ത് വരും? എൽ ഓഫ് എക്സ് എന്ന് വരും. അപ്പോൾ ഈ മിനിമം എല്ലാവണമെങ്കിൽ എഫ് ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ്? എല്ലിനേക്കാട്ടിലും വലുതാവണം. അങ്ങനെയാണെങ്കിലാണല്ലോ രണ്ടെണ്ണത്തിൻ്റെ മിനിമം വാല്യൂ എച്ച് ഓഫ് എക്സ് എന്ന് വരിക. അപ്പോൾ ഈ ബോത്ത് കേസസിൽ നമുക്ക് എന്ത് വരും? എച്ച് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, ഇനി എൽ എഫ് എന്നുള്ളതിൻ്റെ മിനിമം ആയതുകൊണ്ട് പോസിറ്റീവ്, നോൺ നെഗറ്റീവ് ഫങ്ഷൻസ് ആണ്, അതുകൊണ്ട് പോസിറ്റീവാണ്. എൽ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് പ്ലസ് ജി ആണ്. ഒക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആൻഡ് എൽ ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് കെ എന്ന് വരും. കെ നമ്മൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, കെ ഈക്വൽ ടു എൽ മൈനസ് എച്ച്. ഓക്കെ, hence again using the linearity of integration for bounded measurable functions of finite support and the definitions integral f and integral f over e and integral g over e, we have integral L over e is equal to L എന്ന് പറയുന്നത് എച്ച് പ്ലസ് കെ ആണ് അല്ലേ. ഇതൊക്കെ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ കേസിൽ ലീനിയാരിറ്റി ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ എൽ ഓവർ ഇന്ന് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ എച്ച് പ്ലസ് കെ ഓവർ ഇ എന്ന് എഴുതാം അല്ലേ. ലീനിയർ ആയതുകൊണ്ട് ഇൻറ്റഗ്രൽ എച്ച് ഓവർ ഇ പ്ലസ് ഇൻറ്റഗ്രൽ കെ ഓവർ ഇ എന്ന് എഴുതാം. ഓക്കെ, എച്ച് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ്. ദെർഫോർ ഇൻറ്റഗ്രൽ എച്ച് ഓവർ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ ആൻഡ് ഓൾസോ 0 less than or equal to k less than or equal to g. Therefore, integral k over e less than or equal to integral g over e. അപ്പോൾ ഇങ്ങനെ വരും. സോ ദിസ് മീൻസ് എൽ എന്താ എടുത്തിട്ടുള്ളത്? എൽ എന്ന് പറയുന്നത് എച്ച് പ്ലസ് കെ ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നോക്കിയേ. ഫോർ സച്ച് എ ഫംഗ്ഷൻ എൽ വി ഡിഫൈൻ ദ ഫംഗ്ഷൻ എച്ച് ആൻഡ് കെ എന്നാണ് ഏത് എല്ല് ഇങ്ങനത്തെ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇൻറ്റഗ്രൽ എൽ ഓവർ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ പ്ലസ് ഇൻറ്റഗ്രൽ എഫ് ഓവർ ജി. സോ അത് കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളതിൻ്റെ സുപ്രീമം വാല്യൂ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻറ്റഗ്രൽ എഫ് പ്ലസ് ജി ഓവർ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ പ്ലസ് ഇൻറ്റഗ്രൽ ജി ഓവർ ഇ എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ പ്രൂവ് ചെയ്താലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കുറച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ എഫ് പ്ലസ് ജി ഓവർ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നതിന് പകരം ഇതിനേക്കാളും ചെറിയ എല്ലാ എല്ലുകൾക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. എൽ എന്ന് പറയുന്ന ഫംഗ്ഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി അല്ലേ. ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട് ആവുന്ന തരത്തിലുള്ള എല്ലുകൾക്ക് പ്രൂവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്തു. സോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനിയുള്ളത് മോണോട്ടോണിസിറ്റിയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, in the view of the definition integral f over e as a supremum to prove the monotonicity inequality, it is necessary and sufficient to show that h is a bounded measurable function of finite support for which 0 less than or equal to h less than or equal to f. ഇപ്പോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പ്രൂവ് ചെയ്യാനുള്ളത് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണെങ്കിൽ ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ജി ഓവർ ഇ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത്
ഈ ഇൻ്റഗ്രൽ എഫ് ഓവർ ഇ എന്ന് പറഞ്ഞാൽ എന്താ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വെർ എച്ച് ഇസ് എ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട്. Such function is supremum of integral of such functions is our integral f over e. So if we can prove that this integral h over e is less than or equal to integral g of b, it will be enough. Okay. So let h be such a function, then h is less than or equal to g. എന്തുകൊണ്ടത്? എഫ് ഓൾറെഡി ലെസ് ദാൻ ഈക്വൽ ടു ജി ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. എച്ച് എങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്, വിച്ച് മീൻസ് എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി. ഓക്കെ, ദെർഫോർ ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ ജി ഓവർ ഇ ആസ് എ സുപ്രീമ. അപ്പോൾ കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ്? അപ്പോൾ കണ്ടീഷൻസ് മാത്രം ഒന്ന് എഴുതി നോക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ ജി ഓവർ ഇ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക നമുക്ക്? സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എച്ച് ഓവർ ഇ സച്ച് ദാറ്റ് എച്ച് ഈസ് ബൗണ്ടഡ്. നമ്മളെടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അല്ലേ? എഫിന് വേണ്ടിയിട്ട് ബൗണ്ടഡ് മെഷറബിൾ, ഫുള്ളൊന്നും എഴുതാത്തതാണ്, മെഷറബിൾ ഫങ്ഷൻസ് ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളതിൻ്റെ സുപ്രീമം വാല്യൂ ആണ് എന്ത് വരുന്നത്? ജി വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇൻ്റഗ്രൽ എച്ച് ഓവർ ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ഓവർ ഇ എന്ന് വരും. ഓക്കെ, പക്ഷേ നമ്മൾ ഓൾറെഡി എച്ച് എങ്ങനത്തെ എടുത്തിട്ടുള്ളത്? 0 ലെസ് ദാൻ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസിൻ്റെ ഒക്കെ സുപ്രീമം എടുക്കുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ ആ സുപ്രീമം ഇൻ്റഗ്രൽ ജി ഓവർ ഇനേക്കാളും ചെറുതായിരിക്കും. സോ ഇൻ്റഗ്രൽ എഫ് ഓവർ ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ഓവർ ഇ. Then next theorem, additivity over domains of integration. Let f be a non-negative measurable function on E. If a and b are disjoint measurable subsets of E, then integral f a union b is equal to integral f over a plus integral f over b. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതിൻ്റെ കേസിലാണ് നമ്മളിങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ളത്? സെയിം ഇൻ്റഗ്രൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് സെയിം സെക്ഷനിൽ തന്നെ 4.2 അല്ലേ? 4.2 കൊറോളറി 6 പറഞ്ഞിട്ടുള്ളത്. എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ. ഇവിടെ പ്രത്യേകത എന്താണ്? നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് ഓഫ് സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷറിൻ്റെ കേസിൽ ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുപോലെ തന്നെ എ ആൻഡ് ബി ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മാർക്ക് അനുസരിച്ചിട്ട് പ്രൂഫ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെ വരും? അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആവുന്ന തരത്തിലുള്ള എല്ലാ. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ എ യൂണിയൻ ബി എച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഇൻ്റഗ്രൽ എച്ച് ഓവർ എ പ്ലസ് ഇൻ്റഗ്രൽ എച്ച് ഓവർ ബി. നമുക്ക് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. വേർ ദിസ് എച്ച് ഈസ് എ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ. ഇവിടെ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട് ആവുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള എച്ചുകളെടുത്ത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആവുന്ന തരത്തിലുള്ള എച്ചുകളുടെ ഇൻ്റഗ്രൽ വാല്യൂവിൻ്റെ സുപ്രീമം വാല്യൂ ആണ് എഫ് എന്ന് പറയുന്നത്. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇൻ പെർട്ടിക്കുലർ additivity over domains of integration follows from the linearity as it did for the bounded functions on set of finite measure. Now the excision formula 15 അടുത്തതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. In particular, if E naught is a subset of E of finite measure 0, then integral f over E equal to integral f E difference E naught. From the additivity over the domains, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എഫ് ഇ ഇൻ്റഗ്രൽ എഫ് ഇ നോട്ട് യൂണിയൻ ഇ ഡിഫറൻസ് ഇ നോട്ട് എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ എഫ് ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ട് പ്ലസ് ഈ പ്രോപ്പർട്ടി അനുസരിച്ച് ഇൻ്റഗ്രൽ എഫ് ഓവർ ഇ നോട്ട് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ എഫ് ഓവർ ഇ നോട്ട് ഈസ് നത്തിങ് ബട്ട് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഇൻറ്റു കൈ ഇ നോട്ട്. തൊട്ട് മുമ്പത്തെ 9 എന്താ പറഞ്ഞതുള്ളത്? എഫ് ഐ ഈസ് ഓൾമോസ്റ്റ് എവരിവർ
എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവർ ആണെങ്കിൽ ഇൻറ്റഗ്രൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ് ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ട് ഇ നോട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ വിത്ത് മെഷർ 0. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടേം 0 ആകും. അപ്പോൾ നേരത്തെ പോലെ ഇപ്പോൾ നമ്മൾ ഇതിനെന്ത് എഴുതി, ഇനെ ഇ നോട്ട് യൂണിയൻ ഇ ഡിഫറൻസ് ഇ നോട്ട്, ഇത് എന്തായാലും ഡിസ്ജോയിൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രൽ ഓവർ ഇ നോട്ട് എന്ന് പറഞ്ഞ ടേം 0 ആവും. സോ ദിസ് വിൽ ബി ഈക്വൽ. ഓക്കെ, നെക്സ്റ്റ് തിയറം നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.